അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് അസീം. ഞാൻ ചെങ്ങര എന്നാണ് വരുന്നത്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ സിഹ്റ് ബാധിക്കുന്ന കാര്യം, അതേമാതിരി ജിന്ന് ബാധയിരിക്കുന്ന കാര്യം, ആ ഒരു വിഷയത്തിലാണ് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനം മൂന്നായി തിരിഞ്ഞ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ നമ്മൾ ഇത് രണ്ടിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന കാര്യമാണ് തോന്നിയത്. സിഹ്റ് ബാധിക്കുമെന്നും അതുപോലെ ജിന്ന് ബാധ നമുക്ക് ഏൽക്കില്ല എന്നൊരിതും, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നെന്ന് ഒരു ഹദീസ് കേട്ടു. അതായത് ഒരു കുഞ്ഞിനെ ജിന്നുബാധ ഏൽപ്പിച്ചതായിട്ട് കൊണ്ടുവന്നൊരു ഹദീസ് കേട്ടു. അപ്പോൾ എന്താണ് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കാനുള്ള ഒരു കാരണം, എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. നേരത്തെ പറഞ്ഞ മറുപടി അത് തന്നെയാണ് ഇതിലും സൂചിപ്പിക്കാനുള്ളത്. ഏതൊരു വിഷയത്തിലും രണ്ട് നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, ഉലുവിൻ്റെ അതിർവിട്ട് പോകുന്ന എക്സ്ട്രീമിസം എന്ന് പറയുന്ന എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ആളുകൾ. രണ്ട്, ഒരു യുക്തിവാദിയായി എല്ലാത്തിനെയും നിഷേധിക്കുന്ന ആൾ. ഈ രണ്ട് തരക്കാരും ലോകത്തുണ്ടാവും. അത് ഏതു കാലഘട്ടത്തിലും ഉണ്ടാവും. ഒന്ന്, പൂർണ്ണമായി എല്ലാത്തിനെയും എൻ്റെ ബുദ്ധിക്കും എൻ്റെ യുക്തിക്കും പറ്റുന്നത് മാത്രമേ ഞാൻ സ്വീകരിക്കൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ട് വെറും ഒരു യുക്തിവാദിയായി ജീവിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഉലുവ് അതിര് വിട്ടിട്ട് ദീൻ പഠിപ്പിച്ച തത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്ന ആളുകൾ. ഇത് ലോകത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളയും റസൂലും എന്താണോ പഠിപ്പിച്ചത് അത് ദീനായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകൾ. കാരണം അവൻ മനസ്സിലാക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നേടിയെടുക്കാൻ കഴിയുന്ന അറിവുകൾ വളരെ പരിമിതമാണ്. അത് സയൻറ്റിഫിക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രപഞ്ചത്തിൽ 5% മാത്രമേ മനുഷ്യന് പ്രാപിക്കാൻ കഴിയുന്ന അറിവുള്ളൂ, ഈ ദൃശ്യപ്രപഞ്ചത്തിൽ പോലും. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിൽ കേവലം 5% സയൻസിന് ഇടപെടാൻ കഴിയുന്ന മേഖലക്കപ്പുറത്ത് 95% ഉണ്ട്. ആ 95% ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമാണ്. ബ്ലാക്ക് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ലോകം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ച സംവിധാനങ്ങൾ കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്ത ലോകം ഈ ദൃശ്യപ്രപഞ്ചത്തിൽ പോലും ഉണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറവും വിവരമുണ്ട്, അറിവുണ്ട് എന്നുള്ളത് ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരു ലോജിക്കാണ്. അപ്പോൾ മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത അറിവുകളെ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ മനുഷ്യൻ അതിൽ നിന്ന് അനിവാര്യമായും അറിയേണ്ടത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷകരവും അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നതുമായ ഒരു സംഗതി. അതിനാണ് വഹയി എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള സംഗതികളെ സംബന്ധിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന, മനുഷ്യന് കൃത്യമായ അറിവ് നൽകുന്ന ഒന്നാണ് വഹയി. ആ വഹയിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, വഹയിലൂടെ ഒരു കാര്യം വന്നാൽ മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശങ്കയും അതിനോട് കാണിക്കുകയില്ല. അത് വിശുദ്ധ ഖുർആൻ ഒരു മുഅ്മിനിന്റെ അടയാളമായി തന്നെ പറഞ്ഞു, ഫല വറബ്ബിക് ലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും തുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത് വയുസല്ലിമു തസ്ലീമാ. നിന്റെ റബ്ബിനെ തന്നെയും സത്യം, അവർ മുഅ്മിനുകളാവുകയില്ല ഏതുവരെ നബിയെ അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത വന്നാൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നാൽ നിങ്ങളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ അവർ മുഅ്മിനാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച്. എന്നു മാത്രമല്ല, അതിനോട് ചേർത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, ഈ താങ്കൾ ഒരു കാര്യത്തിൽ ഒരു വിഷയം പറഞ്ഞാൽ, ഒരു തീരുമാനം പറഞ്ഞാൽ അതിനോട് പിന്നെ മാനസികമായ ഒരു വിയോജിപ്പ് അവർ പ്രകടിപ്പിക്കുകയുമില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ജിന്നിൻ്റെ വിഷയമാണെങ്കിലും സിഹ്റിൻ്റെ വിഷയമാണെങ്കിലും ഇനി അതല്ലാത്ത മറ്റു വിഷയങ്ങളാണെങ്കിലും പ്രമാണത്തിൽ എന്താണോ വന്നത് അവിടെ നിൽക്കുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. മറ്റു ചിലപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ആരോടെങ്കിലും വിയോജിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വിഭാഗം ഒരു പക്ഷേ ഖുർആനിലും സുന്നത്തിലും ഒരു സംഗതി കണ്ടു, അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞു, പക്ഷേ അത് എനിക്ക് പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്ന ആളുകൾ, നിഷേധിക്കുന്ന ആളുകൾ, അവരോട് യോജിക്കുവാൻ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധിക്കുകയില്ല. രണ്ടാമത്, ഈ ഖുർആനിലും സുന്നത്തിലുമുള്ള സംഗതികൾ പറയുക, എന്നിട്ട് അത് വെച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് അവരുടേതായ പിഴച്ച വാദങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടുപോവുക. അതാണ് നേരത്തെ പറഞ്ഞ എക്സ്ട്രീമുകളായ ആളുകൾ. ഒരു വിഭാഗം നിഷേധിക്കുമ്പോൾ ഒരു വിഭാഗം പരിധി വിട്ടു പോവുക. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അല്ലാതെ കളത്തിൽ നിന്ന് കളിക്കൂല. കളരി കളത്തിൽ നിന്നാണ് കളിക്കേണ്ടത്, അല്ലാതെ ആശാന്റെ നെഞ്ചത്തും അല്ല കളരിക്ക് പുറത്തും അല്ല, കളത്തിൽ നിൽക്കണം. മുജാഹിദികൾ പറയുന്നത് കളത്തിൽ നിന്നാൽ മതി. കളം എന്ന് പറഞ്ഞാൽ വഹയാണ്. അതിനപ്പുറത്തേക്ക് പോയി ജിന്ന് ചികിത്സ,
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ജിന്നുമ്മ ആരെയോ കൊന്നു എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ജിന്ന് ചികിത്സകളും അതുപോലെ തന്നെ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളും ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ആശയങ്ങളും അതുപോലെ തന്നെ വല്ല വിജനപ്രദേശത്തെത്തിയാൽ ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കാണോ എന്നുള്ള ചർച്ചകൾ കൊണ്ടുവന്നിട്ട് സമൂഹത്തിൽ വസ്വാസം ഉണ്ടാക്കുക, ആളുകളെ സത്യമാർഗത്തെ പിഴപ്പിക്കുക, മറുഭാഗത്ത് ഇതൊന്നുമില്ല, അത് വൈറസാണ്, ഫംഗസാന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിഷേധിക്കുക. ഇത് രണ്ടും യഥാർത്ഥത്തിൽ മുജാഹിദിലെ നിലപാടല്ല. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരോട് വിയോജിക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണം വഹയിൽ എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ റസൂലും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെ ഉത്തമ തലമുറ ഉൾക്കൊണ്ടുവന്നതുപോലെ സ്വീകരിക്കുക എന്ന നിലപാടാണ് ഈ വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു പോരുന്നത്.